ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 9-ലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ യൂണിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CGS സിസ്റ്റം ആണ്. CGS സിസ്റ്റം എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണ്. അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാമും സെക്കൻഡ്സും ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് FPS സിസ്റ്റം ആണ്. FPS സിസ്റ്റം എന്ന് പറയുന്നത് ഫുട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം ആണ്. അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫൂട്ടും പൗണ്ടും സെക്കൻഡ്സും ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് MKS സിസ്റ്റം ആണ്. MKS സിസ്റ്റം എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണ്. അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്ററും കിലോഗ്രാമും സെക്കൻഡ്സും ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് SI സിസ്റ്റം ആണ്. SI സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ്സ് ആയിരിക്കും. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ അബ്രിവിയേഷൻസിന്റെ ഒക്കെ ഫുൾ ഫോം നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, കാരണം അത് എക്സാംസിന് മിക്കവാറും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ്സിൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേറൊരു യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന യൂണിറ്റ്സ് അല്ല, അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാമും സെക്കൻഡ്സും ഒക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ വേറൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോഴ്സ്, പ്രഷർ, ആക്സിലറേഷൻ ഒക്കെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസും അതിന്റെ SI യൂണിറ്റും CGS യൂണിറ്റും പിന്നെ അതിന്റെ യൂണിറ്റ് കൺവേർഷനുമാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി, അതിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന μH ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ്സ് ആണ്. CGS യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസ് ആണ്. 1 പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നത് 10 പോയിസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. CGS എന്ന് പറയുന്നത് സ്റ്റോക്സിലായിരിക്കും. ഇനി അതിന്റെ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 10⁻⁴ സ്റ്റോക്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അതിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനിലായിരിക്കും. അതിന്റെ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്കാണ്. വർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആയിരിക്കും. അതിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആയിരിക്കും. ഇനി അതിന്റെ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് 1 ജൂൾ = 10⁻⁷ എർഗ്സ് ആയിരിക്കും. ഇതിലെ യൂണിറ്റ് കൺവേർഷൻസ് ഇത് ഇത്രയും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇതൊക്കെ തന്നെയാണ് മിക്കവാറും ഒക്കെ എക്സാംസിന് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ഏരിയ കൺവേർഷൻസും പിന്നെ വോളിയം കൺവേർഷൻസും ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ കൺവേർഷൻ ആണ്. അതിൽ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 10.764 ഫീറ്റ് സ്ക്വയർ ആണ്. 1 ഏക്കർ എന്ന് പറയുന്നത് 4046.8 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 1 ഹെക്ടർ എന്ന് പറയുന്നതോ 2.47 ഏക്കർ ആണ്. അപ്പോൾ 1 ഹെക്ടർ എന്ന് പറയുന്നത് 10⁻⁴ മീറ്റർ സ്ക്വയർ എന്നും പറയാം. പിന്നെ 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെന്റ് ആണ്. 1 സെന്റ് എന്ന് പറയുമ്പോൾ 40.468 മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത കുറച്ച് വോളിയം കൺവേർഷൻസ് നോക്കാം. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 35.315 ഫീറ്റ് ക്യൂബ് ആണ്. 1 ഫീറ്റ് ക്യൂബ് എന്ന് പറയുന്നത് 0.0283 മീറ്റർ ക്യൂബ് ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി 1 ഗാലൻ എന്ന് പറയുന്നതോ 3.78 ലിറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SI യൂണിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീഡാണ്. സ്പീഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലായിരിക്കും. ഇനി ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും. ഇനി വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാമിലായിരിക്കും. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. പവർ എന്ന് പറയുന്നത് വാട്ടിലായിരിക്കും. പ്രഷർ എന്ന് പറയുന്നത് പാസ്കലിലാണ്. ഇതിലെന്ന് പറയുന്നത് സർഫസ് ടെൻഷനും പവറും പ്രഷറും നേരത്തെ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. ഇനി വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലായിരിക്കും. വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണിലായിരിക്കും. ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടണിലായിരിക്കും. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ജൂളിലായിരിക്കും. ഇനി മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിലായിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സിലായിരിക്കും. ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിനിലായിരിക്കും. ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്,
അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കെൽവിനിലാണ്. ഇനി ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംബിയറിലായിരിക്കും. ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടലയാണ്. ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് കണ്ടലയിലാണ്. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോളിലായിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് പാസ്കൽസിലായിരിക്കും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. ന്യൂട്ടൺ പെർ മീറ്ററും പാസ്കലും സെയിം ആണ്. ഇനി ടോർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അടുത്ത CGS സിസ്റ്റം വരുമ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് സ്ട്രോക്സിലാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈൻസിലായിരിക്കും. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് എർഗിലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് കൺവേർഷൻ ആണ്. യൂണിറ്റ് കൺവേർഷൻസിൽ ടെറൈൻ എന്ന് പറയുന്നത് 10⁻12 ആയിരിക്കും. ജിഗെ എന്ന് പറയുന്നത് 10⁻9 ആയിരിക്കും. മെഗെ എന്ന് പറയുന്നത് 10⁻6 ആയിരിക്കും. കിലോ ആണെങ്കിൽ 10 ക്യൂബ് ആയിരിക്കും. ഹെക്ടോ ആണെങ്കിൽ 10 സ്ക്വയർ ആയിരിക്കും. ഡെക്ക ആണെങ്കിൽ 10 ആയിരിക്കും. ഡെസി ആണെങ്കിൽ 10⁻⁻1 ആയിരിക്കും. ഇനി സെന്റി ആണെന്നുണ്ടെങ്കിൽ 10⁻⁻2 ആയിരിക്കും. മില്ലി ആണെങ്കിൽ 10⁻⁻3. മൈക്രോ ആണെങ്കിൽ 10⁻⁻6 ആയിരിക്കും. നാനോ എന്ന് പറയുന്നത് 10⁻⁻9 ആയിരിക്കും. ഇനി പൈക്കോ എന്ന് പറയുന്നത് 10⁻⁻12 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 ഹോഴ്സ് പവർ അല്ലെങ്കിൽ 1 HP എന്ന് പറയുന്നത് 735.5 വാട്ട്സ് ആയിരിക്കും. അത് MK സിസ്റ്റത്തിലാണ് 735.5 വാട്ട്സ് എന്ന് പറയുന്നത്. FPS സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ അത് 745.5 വാട്ട്സിലായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1 മൈൽ എന്ന് പറയുന്നത് 5280 ഫീറ്റ് ആയിരിക്കും. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 6080 ഫീറ്റ് ആയിരിക്കും. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആയിരിക്കും. 1 മൈൽ എന്ന് പറയുന്നത് 1609 മീറ്ററിലായിരിക്കും. ഇനി 1 മൈൽ എന്ന് പറയുന്നത് 1760 യാർഡ് എന്നും പറയാം. ഇനി 1 ഫൂട്ട് എന്ന് പറയുന്നത് 12 ഇഞ്ച് ആയിരിക്കും. 1 ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ച് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാം. പിന്നെ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.